പോടാവേ എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര നിസാരമായിട്ട് തള്ളിക്കളയുന്ന ചില തമാശകളുണ്ടല്ലേ. നമ്മുടെ കൂട്ടുകാരോ വീട്ടുകാരോ സഹോദരങ്ങളോ കസിൻസോ ഒക്കെ നമ്മളെ കളിയാക്കുമ്പം നമ്മളെ ചുമ്മാ പോടാവേ എന്നൊക്കെ പറഞ്ഞ് നിസാരമായിട്ട് തള്ളിക്കളഞ്ഞാലും ചില തമാശകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ തമാശകൾ പറഞ്ഞാൽ അപ്പം നമുക്കത് പോകുന്നൊക്കെ പറഞ്ഞ് വിടാമെങ്കിലും അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ മുറിവുണ്ടാക്കും അല്ലേ. അങ്ങനെ മുറിവേറ്റ ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ടെന്നറിയാം. ചെറിയ തമാശകളിൽ കൂടെ കേൾക്കുന്ന വാക്കുകൾ, അപ്പനോ അമ്മയോ സഹോദരങ്ങളോ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആരേലും ഒക്കെ നമ്മളെ തമാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ആ സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. ഈ ലോകത്ത് എല്ലാവരും തമാശകൾക്ക് വിധേയരാവുന്നവരാ അല്ലേ. നമ്മളെല്ലാവരും ആരേലും ഒക്കെ എപ്പോഴേലും ഒക്കെ കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഏത് ലൈഫ് സിറ്റുവേഷനിലും നമ്മൾ എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോയാലും നമ്മൾ എന്തൊക്കെ അബദ്ധങ്ങൾ കാണിച്ചാലും അതൊന്നും പറഞ്ഞ് കളിയാക്കുവോ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുവോ നമ്മളെ ഹേർട്ട് ചെയ്യുവോ ഒന്നും ചെയ്യാത്ത ഒരേ ഒരാള് സർവശക്തനായ ദൈവം മാത്രാട്ടോ. നമ്മുടെ യേശുവിന് എപ്പോഴും നമ്മളോട് സ്നേഹ. നമ്മൾ എന്ത് തെറ്റി കൂടെ പോയാലും നമ്മൾ ചിലപ്പോഴൊക്കെ വഴിതെറ്റി പോയാലും നമ്മൾ യേശുവിനെ മറന്നു പോയാലും യേശു ഇപ്പം പിന്നെയും നമ്മളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഒന്നും പറഞ്ഞ് നമ്മളെ കളിയാക്കത്തൊന്നുമില്ല. നമ്മുടെ കൂട്ടുകാരെയോ വീട്ടുകാരെയോ സഹോദരങ്ങളെയോ ഒന്നും പോലെയല്ല. ചില സിറ്റുവേഷൻസിൽ അവർ നമ്മൾ തമാശക്കായിരിക്കും കളിയാക്കുന്നത്. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻസ് പറഞ്ഞാൽ അവർ പോലും കളിയാക്കാറുണ്ടെങ്കിലും എല്ലാ സിറ്റുവേഷനിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ സർവശക്തനായ യേശുപ്പച്ചനുണ്ട് കേട്ടോ. ആ യേശുപ്പച്ചൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, നിങ്ങളെ ഒത്തിരി കരുതുന്നു, നിങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ലൈഫിലെ എല്ലാ സിറ്റുവേഷൻസിലും കൂടിയിരിക്കുന്ന ആ യേശുവിനെ സ്നേഹിക്കാം, ആ യേശുവിനോട് ചേർന്നായിരിക്കാം. എല്ലാ സിറ്റുവേഷൻസിലും കർത്താവ് മാത്രം നമ്മുടെ നല്ല ഫ്രണ്ടായിട്ട്, നല്ല അപ്പനായി, അമ്മയായി, സഹോദരനായി, സഹോദരിയായി, നല്ലൊരു കസിൻ ബ്രദറായി, സിസ്റ്ററായി, ലൈഫ് പാർട്ട്ണറായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ കേട്ടോ. സോ ഗോഡ് ബ്ലെസ് യു.